നമസ്കാരം. ഏത് കാലത്തായാലും യുദ്ധമെന്ന് പറയുന്നത് ഒരു ചെലവുള്ള ഏർപ്പാടാണ്. ശത്രുക്കളുടെ കോടികൾ വിലയുള്ള ആസ്തി നമ്മൾ നശിപ്പിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നുണ്ട് നല്ലൊരു തുക. ഈ ചിലവ് തന്നെയാണ് പലപ്പോഴും പല രാജ്യങ്ങളെയും യുദ്ധങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകം. എന്നിരുന്നാലും എല്ലായ്പ്പോഴും നമുക്ക് യുദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് വാസ്തവം. കുറഞ്ഞ ചിലവിലും കുറഞ്ഞ റിസ്കിലും ശത്രുക്കൾക്ക് നാശനഷ്ടം വരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. അത്തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ആയുധം നമ്മളിപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ച് പരീക്ഷിച്ചിരിക്കുകയാണ്. LRGB അഥവാ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിശദാംശങ്ങൾ പരിശോധിക്കാം. എന്താണ് ഗ്ലൈഡ് ബോംബ്? എങ്ങനെയാണ് ഇവ സാധാരണ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. സ്വയം പറക്കാനുള്ള കഴിവാണ് ഇവയെ സാധാരണ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇതിനായി ചിറകും എയറോഡൈനാമിക് ഫീച്ചേഴ്സോട് കൂടിയ ഡിസൈനുമൊക്കെയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്നുള്ളത് വിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചാലും ഏറെ ദൂരം സഞ്ചരിച്ച് ശത്രു താവളത്തിലേക്ക് പറന്നിറങ്ങാൻ കഴിയും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ വിമാനങ്ങൾക്ക് ശത്രുക്കളുടെ ടെറിട്ടറിയിൽ ഉള്ളിലേക്ക് കയറാതെ തന്നെ ആക്രമണം നടത്താം എന്നുള്ളതാണ്. തൽഫലമായി നമ്മുടെ വിമാനങ്ങളെ താരതമ്യേന സേഫായി നിർത്താനും കഴിയും. ഇതുതന്നെയല്ലേ മിസൈലുകളും ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നേക്കാം. ഇവിടെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ചെലവിൻ്റെ ഘടകം വരുന്നത്. ബ്രഹ്മോസ് പോലുള്ള ഒരു മിസൈൽ വിക്ഷേപിക്കാൻ നമുക്ക് ഏകദേശം 8 കോടി രൂപയോളം ചിലവ് വരുന്നുണ്ട്. എന്നാൽ ഒരു ഗ്ലൈഡ് ബോംബ് വിക്ഷേപിക്കാനാകട്ടെ 30 ലക്ഷം രൂപയെ ചിലവ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആയുധത്തിൻ്റെ വികസനത്തിനായി ലോകരാജ്യങ്ങൾ കൂടുതൽ പണവും സമയവും ചെലവാക്കുന്നത്. ഇനി ഇതിൻ്റെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബ് ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. പിന്നീട് US അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു. വിമാനത്തിൽ നിന്ന് തൊടുത്തുവിട്ട ശേഷം ഈ ബോംബ് ഏറെ ദൂരം സഞ്ചരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടി ഇതിന് എഞ്ചിനോ മറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമോ ഒന്നും ഇല്ല. പകരം ഇതിൻ്റെ എയറോഡൈനാമിക് ഫീച്ചേഴ്സും വിങ്സുമൊക്കെയാണ് ഈ പ്രവർത്തനം സാധ്യമാക്കുന്നത്. നമ്മളിപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് 1000 കിലോഗ്രാം ശ്രേണിയിൽപ്പെടുന്ന ഗ്ലൈഡ് ബോംബാണ്. 1000 കിലോഗ്രാം ശ്രേണിയിൽപ്പെടുന്ന ബോംബെന്ന് പറയുമ്പോൾ ഏകദേശം 400 മുതൽ 500 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. DRDOയുടെ കീഴിൽ വരുന്ന റിസർച്ച് സെൻറ്റർ ഇമറാട്ടും ആർമമെൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റും കൂടി സംയുക്തമായിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ചാണ്ടിപ്പൂരിലെ ടെസ്റ്റ് റേഞ്ചിൽ വെച്ച് സുഖോയ് 30 MKIയിൽ നിന്നാണ് ഇത് വിജയകരമായി വിക്ഷേപിച്ചത്. 100 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നെത്താൻ നാവിക്കും GPS പോലുള്ള ഗൈഡൻസ് സിസ്റ്റങ്ങൾ ഇതിനെ സഹായിക്കും. ഏകദേശം 10 മീറ്ററിൽ താഴെയാണ് ഇതിൻ്റെ സർക്കുലർ എറർ പ്രോബബിൾ. എങ്കിലും ഇത് വളരെ കൃത്യമായി തന്നെ പരീക്ഷണ സമയത്ത് ടാർഗറ്റിനെ സ്ട്രൈക്ക് ചെയ്തു. ഈ ഒരു നേട്ടത്തെ നമ്മുടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതർ പ്രശംസിക്കുകയും ഉണ്ടായി. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ ഭാഗത്തിന് ഗ്ലൈഡ് ബോംബുകൾ ചെറുതല്ലാത്ത സംഭാവനകളാണ് നൽകിയത്. FAB 1500 എന്നറിയപ്പെടുന്ന 1500 കിലോഗ്രാം ശ്രേണിയിൽപ്പെട്ട അതിമാരകമായ ഗ്ലൈഡ് ബോംബുകളാണ് റഷ്യ യുക്രൈന് മേൽ വർഷിച്ചത്. 1500 കിലോഗ്രാം ശ്രേണിയിൽപ്പെട്ട ഗ്ലൈഡ് ബോംബുകൾ നിർമ്മിക്കുന്നതിനായുള്ള പരീക്ഷണം ഇന്ത്യയും ആരംഭിച്ചു കഴിഞ്ഞു. 2026ഓടെ സുഖോയ് 30 MKI, റഫേൽ, തേജസ് എന്നീ വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള 1000ഓളം ഗ്ലൈഡ് ബോംബുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. 2027-28 കൂടി തന്നെ 1500 കിലോഗ്രാം ശ്രേണിയിൽപ്പെട്ട ഗ്ലൈഡ് ബോംബുകൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തിയിൽ നിലകൊള്ളുന്ന തീവ്രവാദ ബങ്കറുകളും ഇൻഡോ ചൈന അതിർത്തിയായ ടിബറ്റിലും അക്സായ് ചിൻ മേഖലകളിലും ചൈന നിർമ്മിച്ചിട്ടുള്ള ബങ്കറുകളെ നശിപ്പിക്കാൻ ഇവ അത്യന്താപേക്ഷിതമാണ്. ചൈനയുടെ കൈവശമുള്ള J-20യും പാകിസ്ഥാൻ്റെ കൈവശമുള്ള JF-17 വിമാനങ്ങളുമൊക്കെ ഇന്ത്യക്ക് നിലവിൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇവയൊക്കെ നിലയ്ക്ക് നിർത്താൻ 1500 കിലോഗ്രാം ശേഷിയുള്ള ഗ്ലൈഡ് ബോംബുകൾ അത്യാവശ്യമാണ്. ഇതിൻ്റെ നിർമ്മാണത്തിൽ സഹകരിക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റവും L&Tയും ഒക്കെ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗ്ലൈഡ് ബോംബുകൾക്കൊപ്പം തന്നെ ശത്രുക്കളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ രുദ്രം 3 പോലുള്ള മിസൈലുകളുടെ നിർമ്മാണവും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. രാജ്യത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്.